السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يسير في طريق مكة فمر على جبل يقال له جمدان فقال سيروا هذا جمدان سبق المفردون قالوا وما المفردون قال الذاكرون الله كثيرا والذاكرات رواه مسلم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന 2676 ഹദീസ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ചാണ് ഈ പരാമർശമുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മക്കയിലൂടെ നടക്കുകയാണ്. ഫീ ത്വരീഖി മക്ക ഫമറ അലാ ജബൽ, അപ്പോൾ അവിടെയുള്ളൊരു പർവ്വതമുണ്ട്. അതിൻ്റെ അരികിലെത്തിയപ്പോൾ യുഖാലു ലഹു, ആ പർവ്വതത്തിന് അവർ പറയുന്ന പേര് ജുംദാൻ എന്നാണ്. അത്യാവശ്യം ഉയരവും നീളവുമുള്ള, കടന്നു കയറാൻ പ്രയാസമുള്ളൊരു പർവ്വതം. അവിടെ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സീറു ഹാദാ ജുംദാൻ, നിങ്ങൾ വേഗത്തിൽ നടന്നോളൂ, ഇത് ജുംദാനാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു സബഖൽ മുഫർരിദൂൻ, മുഫർരിദുകളായ ആളുകൾ മറികടന്നിട്ടുണ്ട്. ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഈ പർവ്വതത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ഈ മുഫർരിദുകൾ ഇത് മറികടന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് ആശ്ചര്യമായി. അവർ ചോദിച്ചു ഖാല മൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, ഈ മുഫർരിദുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അൽദാകിറൂന അല്ലാഹ കസീറൻ വദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കുകയും അത് കൂടുതലാക്കുകയും ചെയ്യുന്ന ആണിനും പെണ്ണിനും പറയുന്ന പേരാണ് അൽ മുഫർരിദൂൻ എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞ് ദിക്ർ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് അറിയുമ്പോഴും പറയുമ്പോഴും അടങ്ങുന്നൊരു മനസ്സുണ്ടായിത്തീരും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് മുത്തഖീയുടെ ലക്ഷണവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദ് 13-ാമത്തെ സൂറത്തിലെ 28-ാമത്തെ ആയത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വേറെ എന്തു ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട്, ദിക്റുള്ള കൊണ്ട് മാത്രമാണ് മനസ്സ് അടങ്ങി നിൽക്കുക. അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ, അതിനെ പറ്റിയിട്ടുള്ള ചിന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിനെ സംബന്ധിച്ചുള്ള അറിവും, ഇത് 2-3 ചേരുമ്പോഴാണ് ഒരു വിശ്വാസിയായി തീരുന്നത്. സാധാരണഗതിയിൽ പറയാറുണ്ട് ട്രിപ്പിൾ ഐൻ. ഒന്ന് ഇഷ്ക്, മറ്റൊന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദീനിയായ ഇൽമ്, മറ്റൊന്ന് ഇബാദത്ത്. ഇത് 3 ചേരുമ്പോഴാണ് വിശ്വാസം ഉണ്ടായിത്തീരുക. എന്നാൽ പല ആൾക്കാർക്കും ഇന്ന് ഇഷ്കുണ്ട്, ഇബാദത്തില്ല, ഇബാദത്തുണ്ട്, ഇഷ്കില്ല. ഇത് രണ്ടുമുണ്ട്, ഇൽമുമില്ല. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നില്ലാത്ത രൂപത്തിലാണ്. അതൊരിക്കലും പാടില്ല. അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 തരം ആളുകൾ ലാ യറുദ്ദു ദുആഉഹും, അവരുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, റദ്ദ് ചെയ്യുകയില്ല, തടയില്ല. ആ ദുആയ്ക്ക് ഉത്തരം കിട്ടും. അതിൽ ഒന്ന് പറഞ്ഞത് അൽദാകിറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന, ഓർക്കുന്ന, ദിക്ർ നടത്തുന്ന ആളുകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ കിട്ടുന്ന ഏതെങ്കിലും ഒരു മോതിരം വിരലുമലോ കൈമലോ വെച്ച് അനങ്ങുമ്പോഴും ഇളകുമ്പോഴും മിണ്ടുമ്പോഴും സംസാരിക്കുമ്പോഴും കല്യാണത്തിനും വിരുന്നിനും മരിച്ചോർത്തും ഒക്കെ കിടികിടി കിടികിടി എന്ന് പറയിപ്പിക്കലല്ല. ദിക്ർ നടത്തുക എന്ന് പറഞ്ഞാൽ നാവിലല്ല മനസ്സിലാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇബാദത്ത് ഉണ്ടാവില്ല. ചില ആൾക്കാർ നാവുമ്മൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടാവും. ഇത് രണ്ടും അല്ലാത്ത രൂപത്തിലാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ, സുദീർഘമാണ് ആ ആയത്ത്. അതിൽ മുസ്ലിമും മുസ്ലിമത്തുമായ ആളുകളെ സംബന്ധിച്ചും മുഅ്മിനും മുഅ്മിനത്തുകളായ ആളുകളെ സംബന്ധിച്ചും
കാനിത്തത്വമായ ആളുകളെ സംബന്ധിച്ച്, സാദിഖുകളായ ആളുകളെ സംബന്ധിച്ച്, സ്വാദിഖാത്തിനെ സംബന്ധിച്ച്, സ്വാബിറാത്തിനെയും സ്വാബിറിനെയും സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആണും പെണ്ണുമായ ആളുകളില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, പാപം പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്, മഹത്തായ പ്രതിഫലവും അവർക്കുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹ് മുഫർരിദുകൾ എന്ന് പറയുന്നത്. മുഫർരിദുകൾ തനിച്ചു നിൽക്കുന്ന ആളുകൾ, ഒറ്റപ്പെടുന്ന ആളുകൾ, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ, മറ്റെല്ലാ മേഖലകളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളാണ് എങ്കിൽ ഈ ഹദീസിന്റെ സാരം അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ മുൻപിൽ ഒരു പർവ്വത സമാനമായ പ്രതിബന്ധം വന്നു നിന്നാൽ പോലും അത് തരണം ചെയ്യാൻ ഈ ദിക്ർ മതിയാകും. അത് ഖൽബിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ കാലിന് ശക്തി നൽകും, കയ്യിന് ശക്തി നൽകും, കണ്ണിന് ശക്തി നൽകും, കാതിന് ശക്തി നൽകും, ഖൽബിനും ശക്തി നൽകും. അങ്ങനെ ഒരു ശക്തനായ ഒരാളായി മാറാൻ ഉപകരിക്കുന്ന ഒരു വലിയ അവസ്ഥയ്ക്കാണ് ദിക്ർ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതുപോലെ അതിനുവേണ്ടി മാത്രം തനിച്ചിരുന്ന് മുഫർരിദുകളാകാൻ ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാവിൽ നനവുള്ളിടത്തോളം കാലം ദിക്റുകൾ ഒഴിഞ്ഞ്, ആ ദിക്റുകൾ മൊഴിഞ്ഞ് അതിന്റെ വിശുദ്ധിയിൽ കൂടി ജീവിച്ച് അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് കണ്ടയ്ക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും അള്ളാഹു ഇരു ലോകത്തും പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാം നേരിടുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.